ഭാര്യാ സഹോദരനും സംവിധായകനുമായ മോഹനനെ ബ്രൂണോ രാജാവിന്റെ സ്റ്റാഫാക്കാനായി ശ്രീനിവാസൻ 5 ലക്ഷം രൂപ കളഞ്ഞുവെന്ന് നടനും മന്ത്രിയുമായ കെ. ബി. ഗണേഷ് കുമാർ. ബുദ്ധിരാക്ഷസനൊക്കെ ആണെങ്കിലും ശ്രീനിവാസൻ സാധാരണക്കാരനായ ഒരു മലയാളിയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. നിയമസഭയുടെ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. ശ്രീനിവാസൻ ജീനിയസും ബുദ്ധിരാക്ഷസനും ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം സാധാരണക്കാരനായ ഒരു മലയാളി കൂടിയാണ്. മോഹനൻ സംവിധായകനാകാനുള്ള മുമ്പുള്ള സംഭവമാണ്. അളിയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് അടൂർ പങ്കജം ചേച്ചിയുടെ മകൻ അജയൻ ഒരു കണ്ടുപിടുത്തവുമായി വന്നു. മദ്രാസിൽ വെച്ചാണ് ബ്രൂണോ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മാവേലിക്കരകരൻ നായർ ആണെന്നായിരുന്നു അജയൻ പറഞ്ഞത്. ഈ പ്രൈവറ്റ് സെക്രട്ടറി വിചാരിച്ചാൽ മോഹനനെ ബ്രൂണോയിലേക്ക് കൊണ്ടുപോയി രാജാവിന്റെ സ്റ്റാഫാകും. ശ്രീനിവാസൻ ആലോചിച്ചപ്പോൾ അതിലൂടെ മോഹനൻ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ബ്രൂണോ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി 5 ലക്ഷം രൂപ നൽകാനായി അജയെ ഏൽപ്പിച്ചു. ആ പൈസ കളഞ്ഞു. സന്ദേശവും വരവേൽപ്പും എഴുതിയ ആൾക്ക് വിസയ്ക്ക് 5 ലക്ഷം രൂപ നൽകി മലയാളിയാണ്. ഇത് തന്നെയാണ് അദ്ദേഹം തന്നോട് പറഞ്ഞത്. തനിക്ക് ഇങ്ങനൊരു മണ്ടത്തരം പറ്റിയെന്ന്. അങ്ങനെ ഒരു ശ്രീനിവാസൻ കൂടിയുണ്ട്. എത്ര ബുദ്ധിമാനാണെങ്കിലും പറ്റിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. 2007 കഥ പറയുമ്പോൾ എന്ന സിനിമയിലൂടെയാണ് എം. മോഹനൻ സിനിമാ സംവിധായകനാകുന്നത്. ശ്രീനിവാസനായിരുന്നു തിരക്കഥ. പിന്നീട് മാണിക്കക്കല്ല്, അരവിന്ദിന്റെ അതിഥികൾ, ഒരു ജാതി ഒരു ജാതകം എന്നീ സിനിമകളും മോഹൻ സംവിധാനം ചെയ്തു.